ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഊട്ടിയിലൊരു അടിപൊളി ഹോം സ്റ്റേയിലാട്ടോ. ഹോം സ്റ്റേ എന്ന് പറയുമ്പോൾ ചെറിയ ഹോം സ്റ്റേ ഒന്നുമല്ല, അത്യാവശ്യം 8 ബെഡ്റൂം തന്നെ വരുന്ന, ഡബിൾ ബെഡ്റൂം തന്നെ വരുന്ന ഹോം സ്റ്റേ ആണ്. നിങ്ങൾക്കൊരു 10-30 പേർക്കൊക്കെ വന്നാലും സുഖമായിട്ട് താമസിക്കുക. ഇത് ആക്ച്വലി ഊട്ടിയുടെ സെൻറ്റർ തന്നെയാണ്, ഔട്ടർ ഒന്നുമല്ല, പ്രോപ്പർ സിറ്റിയിലാണ്. ഇവിടെ നിന്ന് എനിക്ക് 1 കിലോമീറ്റർ ഇല്ല. അതായത് CSI ചർച്ചിൻ്റെ, നമ്മുടെ ഊട്ടി CSI ചർച്ചിൻ്റെ അവിടെ നിന്ന് ഒരു 650 മീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത്. നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി വിശേഷങ്ങളാട്ടോ. ഇവിടെ ടേക്ക് കെയർ ചെയ്യാനൊരു ഫാമിലിയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ കപ്പിൾസായിട്ടോ ഈവൻ ഇപ്പോൾ ബാച്ചിലേഴ്സ് ആയിട്ടാണെങ്കിലും പക്ക സേഫായിട്ടൊന്ന് താമസിക്കുക. അത്യാവശ്യം ഉള്ള സ്പേസിൽ നല്ല രീതിയിൽ ഒരു ആംബിയൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഫ്രണ്ടേജ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ ചെയ്തിട്ടുണ്ടേ. ഇവിടുത്തെ ചെടികൾക്കൊക്കെ ഭയങ്കര ഭംഗിയാണ്. ഈ ചെടി നിനക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ ലൗഡേയിൽ പോയപ്പോൾ അവിടെ ഇരുന്നൊരു മരമില്ലേ, അതിൻ്റെ ചെറുതാണിത്. ഈ ഇലകളൊക്കെ ഉണ്ടോ? ഇത് നമ്മുടെ നാട്ടിൽ ഈ കളർ കിട്ടൂല കേട്ടോ. ഇവിടെ ഒരു നല്ലൊരു ലോൺ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉള്ള സ്പേസിൽ നല്ല വൃത്തിക്കൊരു ക്യാമ്പ് ഫയർ ഏരിയ. ഓക്കെ, നല്ല രസമല്ലേ? നമുക്ക് സുഖമായിട്ടിരുന്ന് പീസ്ഫുള്ളായിട്ട് ക്യാമ്പ് ഫയർ എൻജോയ് ചെയ്യുക. ആ സമയത്ത് തന്നെ ഇവിടെ കറക്റ്റ് നമ്മുടെ ഊട്ടി സിറ്റിയുടെ ഫുൾ വ്യൂ കിട്ടും. അതായത് നൈറ്റൊക്കെ ഇവിടെ ഫുള്ള് ലൈറ്റ്സ് ആയിരിക്കും, കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ നോക്കുമ്പോൾ ഈ ഒരു ഗ്രില്ലുണ്ടോ നിങ്ങൾ, ഇതിലുകൊണ്ട് നമുക്ക് ക്യാമ്പ് ഫയർ സേഫ് ആയിരിക്കും. ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിലും ഇപ്പം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ മരക്കുറ്റികൾ താഴേക്ക് വീഴേ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, സേഫാണ്. ഇപ്പോൾ 2 ഫ്ലോറിലായിട്ടാണ് ഇവിടെ റൂംസ് വരുന്നത് കേട്ടോ. താഴത്തെ ഫ്ലോറിൽ 4 റൂം, ഒരു വലിയ ഹാള്, മുകളിലത്തെ ഫ്ലോറിൽ 4 റൂം. ഇതുണ്ട് ഇവിടുത്തെ ചെടികളൊക്കെ സെറ്റ് ചെയ്തേക്കണുണ്ടോ? ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണേ അല്ലേ? നല്ല രസമല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ചെടി വെറുതെ നിൽക്കുക. ഇഷ്ടപ്പെട്ടു പ്രോപ്പർട്ടി? കൊള്ളാം അല്ലേ? നല്ല പ്രോപ്പർട്ടി കേട്ടോ. നമുക്ക് സേഫായിട്ട് സ്റ്റേ ചെയ്യാം. കാരണം നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കുന്നത് നമ്മൾ സേഫ്റ്റി ആണല്ലോ. അപ്പോൾ കയറുക. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ ഫസ്റ്റ് ഒരു ഡൈനിങ് ഹാൾ അല്ലേ, ലിവിങ് ഹാൾ അല്ലേ, ലിവിങ് റൂം. ഇതിൻ്റെ വലിപ്പം നോക്ക് അല്ലേ, നല്ല വലിയ ഹാളാട്ടോ. 2 സൈഡിലൊരു 10 പേർ 15 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സോഫയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് റൂം കാണിച്ചു തരാം നമുക്ക്. വാ. ഓ, ഇതാണ് ഇവിടുത്തെ റൂം. അടിപൊളി കേട്ടോ അല്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിങ് സൈസ് ബെഡ് കേട്ടോ. ഒരു 3 പേർക്ക്, എന്തിനും ഇപ്പോൾ ഒരു എക്സ്ട്രാ ബെഡ് ഇടുകയാണെങ്കിൽ 4 പേർക്ക് സുഖമായിട്ട് നിൽക്കാം. ഈ റൂമിനകത്ത് തന്നെ TV വരുന്നുണ്ട്. വലിയൊരു മിറർ ഉണ്ട് കേട്ടോ, വലിയൊരു മിററാണ്. ഇവിടെ ഒരു കബോർഡ് ഏരിയ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെയാണ് റൂമിൻ്റെ വാഷ്റൂം വരുന്നത്. അത്യാവശ്യം വലിയ വാഷ്റൂമാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് ഈ വാഷ് സ്പേസിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. പിന്നെ ഹോട്ട് വാട്ടർ, വൈഫൈ തുടങ്ങി എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഹാളിൽ തീരെ കൺജസ്റ്റഡ് അല്ലാണ്ട് നമുക്ക് ഇരിക്കാം കേട്ടോ. ഇതാണ് അടുത്ത റൂം വരുന്നത്. റൂമിൽ ലൈറ്റിങ് കുറവാണ്, ഡിം ലൈറ്റ് ആട്ടോ കൊടുത്തേക്കുന്നത്. ഉണ്ടോ? ഇത് അത്യാവശ്യം നല്ല വലിയ റൂം അല്ലേ? അത്യാവശ്യം നല്ല സ്പേസ്. ഒരു ഹെഡ് ബോർഡ്, ഇവിടെ ഒരു ടേബിള്, ഇവിടെ ഒരു വലിയ മിററുണ്ട്, ഇവിടെ വലിയ കബോർഡ്. എല്ലാ റൂമിലും TV ഉണ്ട്. TV, വൈഫൈ കാര്യങ്ങളൊക്കെ അവൈലബിളാണ്. ഇവിടെ ഒരു ബാത്റൂം. നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഊട്ടിയിൽ നമ്മൾ പ്രോപ്പർട്ടി ഒക്കെ എടുക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണ് റൂം. ഇപ്പോൾ ഒരു ആവറേജ് വൃത്തിയൊക്കെ ഉണ്ടായാലും ബാത്റൂം തീരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കില്ല. നമ്മളിപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതായിരുന്നു ബാത്റൂം വൃത്തി വേണം. അപ്പോൾ ആ കാര്യത്തിൽ ഈ പ്രോപ്പർട്ടി ഓക്കെയാണ്. ഇതാണ് ഇവിടുത്തെ 3ാമത്തെ റൂം. ഇത് അത്യാവശ്യം നല്ല വലിയ റൂമാണ് കണ്ടോ. ഓൾമോസ്റ്റ് ഫർണിച്ചറൊക്കെ സെയിം ആണ്. ഒരു സിംഗിൾ സോഫയുണ്ട്. ഇവിടെ നിന്നാകുമ്പോൾ നല്ല ഔട്ട് സൈഡ് വ്യൂ കിട്ടും കേട്ടോ. നമുക്ക് ഈ റൂമിൽ തന്നെ ഊട്ടി ടൗണിൻ്റെ ഒരു നല്ല വ്യൂ. ഇവിടെ ഫുൾ ഫ്ലവേഴ്സ് ആട്ടോ, കാണാൻ ഭയങ്കര ഭംഗിയാണ്. എല്ലാ റൂമിലും കിങ് സൈസ് ബെഡ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വൃത്തിയുണ്ട് പ്രോപ്പർട്ടി കാണുമ്പോൾ. നല്ല അടിച്ച് വരി തുടച്ച് വൃത്തിയായിട്ട് ഇട്ടേക്കണേ. പിന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. കാരണം എല്ലാ പ്രോപ്പർട്ടി ആകുമ്പോഴും ഒരു കോമൺ ബാത്റൂം ഭയങ്കര മസ്റ്റാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഫാമിലീസും ബാച്ചിലേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈവൻ നമ്മളിപ്പോൾ ഹാളിലാണ് കിടക്കുന്നതെങ്കിൽ നമുക്കൊരു കോമൺ ബാത്റൂം വേണം. കാരണം ഫാമിലി എടുക്കുമ്പോൾ നമുക്ക് ആ റൂമിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാണ് ഇവിടെ ഒരു ഔട്ട് സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഈ ചെടിയൊക്കെ ഉണ്ടോ, എന്നാ രസമാണ്. അതേപോലെ തന്നെ അതേ ഈ ചെടി കണ്ടോ, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. നമ്മളോടൊന്നും ഇല്ല ഇങ്ങനത്തെ ഒന്നും. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു ഫുൾ ടൗൺ വ്യൂ എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക്
ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള റൂംസും കൂടി കാണിച്ചു തരാം. ഗൈസ്, ആദ്യമേ ക്ഷമ വഹിക്കുന്നു. ഞാൻ ഈ വീഡിയോൻ്റെ ഈ ഒരു ഷോട്ട് എടുത്തപ്പോൾ സ്പീഡ് കൂടിപ്പോയി. അതുകൊണ്ട് ഞാൻ പറ്റാത്ത സ്ലോ ആക്കിയിട്ടാണ് ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഗാർഡൻ ഏരിയ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് മുകളിലെ സ്പേസ് കാണാനാണ്. മുകളിൽ 4 ബെഡ്റൂമാണ് വരുന്നത്. കണ്ടോ, ഈ ബായിയാണ് ഇവിടെ ടേക്ക് കെയർ ചെയ്യുന്നത്. ഫുൾ ടൈം ബായും ഫാമിലി ഇവിടെ ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ബായും ഫാമിലിയും നോക്കിക്കോളും. നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഫുഡ് വേണമെങ്കിലൊക്കെ അവർ പ്രിപ്പയർ ചെയ്തൊരു ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഉള്ളിലേക്ക് കയറുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഒരു നല്ലൊരു ഹാള്, അവിടെ 3 സോഫയുണ്ട്. നമുക്ക് വിശാലമായിട്ടിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഉള്ളിലേക്ക് പോകുമ്പോൾ വരുന്നത് 1, 2, 3, 4 റൂംസ് വരുന്നുണ്ട്. അതിനകത്ത് ഒരു റൂം ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ താഴെ കണ്ട പോലെ തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. ഫർണിച്ചറും സ്ട്രക്ചറൊക്കെ അത്യാവശ്യം നല്ല വലിയ റൂമാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. എല്ലാ റൂമും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ ഇതാ റൂമിൽ നിന്നും പുറത്തേക്കുള്ള വ്യൂ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 4 റൂമാണ് മുകളിൽ വരുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഈ പ്രോപ്പർട്ടീൻ്റെ ഒരു മെയിൻ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോപ്പർട്ടിയെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് 150% സേഫായിട്ട് ഇവിടെ നിന്ന് താമസിക്കുക. കാരണം ഇവിടുത്തെ സ്റ്റാഫ് മലയാളിയാണ്. കൂടാണ്ട് ഇവിടെ ഒരു ഫാമിലിയാണ് ഈ പ്രോപ്പർട്ടി മൊത്തം ടേക്ക് കെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കപ്പിളായിട്ട് വന്നാലും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരുമ്പോഴും നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. വേറെ നാടാണ് അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. കംപ്ലീറ്റ് സേഫായിട്ട് സ്റ്റേ ചെയ്യുക. അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, ലഞ്ച് ആയിക്കോട്ടെ, ഡിന്നർ ആയിക്കോട്ടെ, നിങ്ങൾ പറയുന്ന ഫുഡ് ഇവിടെ അവർ ഓൺ പ്രിപ്പയർ ചെയ്ത് തരും. നിങ്ങൾക്ക് കിച്ചൺ യൂസ് ചെയ്യുക. ബാക്കി എല്ലാ ഫെസിലിറ്റീസ്, ഈവൻ വൈഫൈ എല്ലാം ഉണ്ടാവും. നോക്കിയാൽ കാണാം, ടൗണ് അത്ര അടുത്താണ് ടൗണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കേണ്ട, ഇവിടെ ഒന്ന് താമസിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഊട്ടിയത്തെ ഒരു അടിപൊളി പ്രോപ്പർട്ടിയുടെ വീഡിയോസായിട്ട് നമ്മൾ അടുത്തായിട്ട് വരുന്നതാണ്. അതുവരേക്കും ബൈ.